എല്ലായിടത്തും കനത്ത പോളിംഗ് ആണ്. ഇടുക്കിയിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കാണ് നോക്കുന്നത്. അവിടെ മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആഷിഖ്, സംസ്ഥാനത്തുടനീളം കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഇടുക്കിയിലെ അവസ്ഥ എന്താണ്? ഇടുക്കിയിലും ആ സാഹചര്യത്തിന് വ്യത്യാസമൊന്നുമില്ല നൗഫൽ. ഇത് ഏറ്റവും അവസാനത്തെ കണക്കുകൾ വരുമ്പോഴത്തേക്കും ഒരു മണിയുടെ കണക്ക് 49.58% പോളിംഗ് ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ മണ്ഡലങ്ങളിലും 50% മുകളിലേക്ക് വോട്ടിംഗ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ബൂത്ത് തൊടുപുഴയിലുള്ള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്താണ്, 102 നമ്പർ ബൂത്താണ്. ഇവിടെയും 60% മുകളിലേക്ക് വോട്ടിംഗ് എത്തുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ പോളിംഗ് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെയും ഇടുക്കി ജില്ലയിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. രാവിലെ തന്നെ പ്രമുഖരെല്ലാവരും തന്നെയും വന്ന് അതത് ബൂത്തുകളിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയുണ്ടായിരുന്നു. പി ജെ ജോസഫ്, റോഷി അഗസ്റ്റിൻ, എം എം മണി, നടൻ ആസിഫ് അലി അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. എല്ലാവരും തന്നെയും രാഷ്ട്രീയമായി വലിയ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയെന്നും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇടുക്കിയിൽ ശക്തമായ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. ഇടുക്കി മണ്ഡലമടക്കം, റോഷി അഗസ്റ്റിന്റെ മണ്ഡലം, ഇടുക്കി മണ്ഡലമടക്കം അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെയും 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നത്, കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ഇരു മുന്നണികളും ശുഭാപ്തി വിശ്വാസമാണ് ഇടുക്കി മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്. 5 മണ്ഡലവും പിടിക്കാനാകുമെന്ന് 2 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പുലർച്ചെ ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചുവെച്ചാൽ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും തന്നെ സമാധാനപരമായും ശാന്തമായും പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. ഉച്ചസമയത്തും വോട്ടർമാർ ഓരോ ബൂത്തുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും വോട്ടർമാർ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ബൂത്തിലും തന്നെ ഈ സമയത്ത് കാണാൻ കഴിയില്ല. പക്ഷേ രാവിലെ ഉണ്ടായ തിരക്ക് ഈ മണിക്കൂറുകളില്ല. വൈകുന്നേരത്തേക്കായിരിക്കും കൂടുതൽ തിരക്കുകൾ ഉണ്ടാവുക. മണ്ഡലത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഏറ്റവും കൗതുകകരമായ ഒരു പ്രതികരണം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത് ആസിഫ് അലിയുടേതാണ്. ആസിഫ് അലി തൊടുപുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന പ്രതികരണം ആസിഫ് അലി നടത്തി. തന്റെ വീട്ടിലേക്ക് പി ജെ ജോസഫ് വിളിച്ച് താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന് തിരക്കി എന്നുള്ള പ്രതികരണം ആസിഫ് അലി നടത്തിയതും ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടുക്കിയിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു പ്രതികരണമായി വരുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും തിരഞ്ഞെടുപ്പ് ദിനം ശക്തമായി തന്നെയും പുരോഗമിക്കുന്ന വോട്ടർമാർ ഇടുക്കിയുടെ ഭൂപ്രകൃതിയുടെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. ഹൈറേഞ്ചിലെ അവസ്ഥയാണ് ആഷിഖ് പങ്കുവച്ചത്. കഴിഞ്ഞ ഒരു 71.97% മൊത്തം 5 മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. ഇക്കുറി 50 കടന്നിരിക്കുന്ന ഉച്ചയാകുമ്പോഴേക്ക്.